പ്രിയ പ്രേക്ഷകരെ, ഈ രാഷ്ട്രീയ കേരളം പലതരം അത്ഭുതങ്ങൾക്കും നാടകങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്ന ചില തിരക്കഥകൾ കണ്ടാൽ ലോക പ്രശസ്തരായ ചലച്ചിത്ര സംവിധായകർ പോലും ഒന്നമ്പരക്കം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് വാളൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. അതാ കിടക്കുന്നു നിരനിരയായി കുറച്ച് പോസ്റ്റുകൾ. പല അക്കൗണ്ടുകളിൽ നിന്നാണ്, പല ഗ്രൂപ്പുകളിൽ നിന്നാണ്, പല വ്യക്തികളുടെ പേരിലാണ്. പക്ഷേ ഒരു അത്ഭുതം നോക്കണേ, എല്ലാ പോസ്റ്റുകളിലും ഒരേ വാക്കുകൾ, ഒരേ വാചകങ്ങൾ, ഒരേ ഹാഷ്ടാഗുകൾ, കോമയും ഫുൾ സ്റ്റോപ്പും പോലും മാറാതെ ഒരൊറ്റ അച്ചിലിട്ട് വാർത്ത വാചകങ്ങൾ. ഇതൊരു സാധാരണ സംഭവമല്ല, മറിച്ച് അണിയറയിൽ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു ഡിജിറ്റൽ ടൂൾ കിറ്റിൻ്റെ പ്രവർത്തനമാണ്. എന്താണ് ആ പോസ്റ്റുകളിലെ ഉള്ളടക്കമെന്നല്ലേ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. പോലീസിന് കനത്ത തിരിച്ചടി, കുറ്റപത്രം നിലനിൽക്കില്ല. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പീഡന പരാതിയിൽ അന്വേഷണ സംഘത്തിന് കനത്ത തിരിച്ചടി. പീഡന പരാതി നിലനിൽക്കില്ലെന്ന് കോടതി. പിണറായി വിജയനും കൂട്ടരും നിയമസഭയിൽ നിന്ന് രാഹുലിനെ മാറ്റി നിർത്താൻ നടത്തിയ ഗൂഢാലോചന പൊളിഞ്ഞു. മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല. ഇങ്ങനെ പോകുന്നു ആ വിലാപകാവ്യം. ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ? കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ എന്തെങ്കിലും പരാമർശമുണ്ടായോ? പോലീസിനും അന്വേഷണ സംഘത്തിനും തിരിച്ചടി കിട്ടിയോ? യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണമല്ലോ. 2026 മെയ് മാസത്തിൽ പുറത്തുവന്ന ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ ലൈംഗിക പീഡന കേസിൽ ക്രൈംബ്രാഞ്ച് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വളരെ കൃത്യമായി പഴുതുകളടച്ച് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. വെറും ഒരു പെറ്റി കേസല്ല അത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 376, അതായത് ബലാത്സംഗം, സെക്ഷൻ 506, അതായത് ഭീഷണിപ്പെടുത്തൽ എന്നീ അതിഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് ഈ കുറ്റപത്രം കോടതിയിൽ എത്തിയിരിക്കുന്നത്. 2026 ജനുവരി 11 ഈ കേസുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടെ ഒരു ഹോട്ടലിൽ വെച്ച് അന്വേഷണ സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി കർശന ഉപാധികളോടെ ജാമ്യം അദ്ദേഹത്തിന് അനുവദിച്ചതും കേരളം കണ്ടതാണ്. ഇതൊക്കെയാണ് കോടതി രേഖകളിലുള്ള യാഥാർത്ഥ്യമെന്നിരിക്കെ എവിടെയാണ് പോലീസിന് തിരിച്ചടി കിട്ടിയത്? എവിടെയാണ് കോടതി കുറ്റപത്രം നിലനിൽക്കില്ല എന്ന് പറഞ്ഞത്? കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിചാരണ തുടങ്ങാൻ പോകുന്ന ഒരു കേസിൽ കോടതിക്ക് മുൻപേ വിധി പറയുകയാണോ ഈ ഫേസ്ബുക്ക് പോരാളികൾ? ഇതിനെയാണ് നമ്മൾ അസൽ ഇമേജ് വാഷിംഗ് അഥവാ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെള്ളപ്പൂശൽ എന്ന് വിളിക്കുന്നത്. സത്യങ്ങൾ പുറത്തു പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങളെ അവിശ്വസിക്കാൻ അണികളെ പ്രേരിപ്പിക്കുക, എന്നിട്ട് തങ്ങൾ പടച്ചുവിടുന്ന ഈ വ്യാജ ക്യാപ്സ്യൂളുകൾ അണികളെ കൊണ്ട് വിഴുങ്ങിപ്പിക്കുക. ഇതൊരു പക്ക കോർപ്പറേറ്റ് തന്ത്രമാണ്. ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. സമൂഹത്തിന് മുന്നിൽ ഒരിക്കലും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത, അത്രത്തോളം വെറുപ്പുളവാക്കുന്ന ഒരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ആ വ്യക്തിയെ നായകനാക്കാൻ അല്ലെങ്കിൽ ആ വ്യക്തിയെ വെളുപ്പിച്ചെടുക്കാൻ ഇത്തരത്തിലുള്ള ലക്ഷങ്ങൾ ചെലവാക്കിയുള്ള PR വർക്കുകൾ ഉയരുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഉത്തരം വളരെ ലളിതമാണ്. അവിടെ പ്രതിരോധിക്കാൻ സത്യങ്ങളില്ല. അതുകൊണ്ട് നുണകളുടെ വലിയൊരു കോട്ട പണിയാൻ അവർ ശ്രമിക്കുന്നു. സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഈ വ്യാജ പോസ്റ്ററുകൾ കാണുമ്പോഴാണ് കുറച്ച് വർഷങ്ങൾ പിറകിലേക്ക് നമ്മുടെ ഓർമ്മകൾ പോകുന്നത്. അന്ന് ഈ കോപ്പി പേസ്റ്റ് തന്ത്രം കേരളം ആദ്യമായി കണ്ട ഒരു കാലമുണ്ടായിരുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയം. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം നടന്ന ആ വൈകാരികമായ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ വിജയിച്ചു കയറുന്നു. ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് സ്വാഭാവികമായും ഉമ്മൻചാണ്ടി എന്ന വികാരത്തിനും ചാണ്ടി ഉമ്മൻ എന്ന വ്യക്തിക്കുമാണ് കിട്ടേണ്ടത്. പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഓൺലൈൻ മീഡിയകളിലും ഫേസ്ബുക്കിലും മറ്റൊരു പ്രചരണം കൊടുമ്പിരി കൊണ്ടു. ചാണ്ടി ഉമ്മൻ്റെ വിജയത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രം രാഹുൽ മാങ്കൂട്ടത്തിൽ, പുതുപ്പള്ളിയിലെ സൈലൻ്റ് ഹീറോ രാഹുൽ എന്നൊക്കെയുള്ള തലക്കെട്ടുകളിൽ ഡസൻ കണക്കിന് വാർത്തകൾ. ഈ വാർത്തകൾക്കെല്ലാം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ കണ്ടതുപോലെ ഒരേ വാക്കുകൾ, ഒരേ വാചകങ്ങൾ, ഒരേ ചിത്രങ്ങൾ. ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കി നൽകിയ വാർത്തകൾ പല പോർട്ടലുകൾ ഒരേ സമയം അടിച്ചിറക്കുന്നു. അന്നാണ് ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനൊരു പേഴ്സണൽ PR ഏജൻസി ഉണ്ടെന്ന് കേരളം മനസ്സിലാക്കുന്നത്. പാർട്ടിയിലുള്ള മറ്റ് പല നേതാക്കളെയും വെട്ടിനിരത്തി താനാണ് പാർട്ടിയുടെ ഭാവി എന്ന് വരുത്തി തീർക്കാൻ അന്ന് തുടങ്ങിയ ആ PR വർക്ക് ചെന്നു നിന്നത് എവിടെയാണെന്ന് അറിയാമോ? അത് ചെന്നു നിന്നത് അദ്ദേഹത്തിന് പാലക്കാട് നിന്നുള്ള MLA സ്ഥാനം നേടിക്കൊടുക്കുന്നതിലേക്കാണ്.
സ്വയം ഒരു ബ്രാൻഡായി മാറാൻ അദ്ദേഹം നടത്തിയ ആസൂത്രിതമായ നീക്കങ്ങളുടെ ബാക്കി പത്രമായിരുന്നു ആ MLA സീറ്റ്. അങ്ങനെ PR വർക്കിലൂടെ കെട്ടിപ്പൊക്കിയ ആ സാമ്രാജ്യമാണ് ഇന്ന് സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അന്ധരായ ആരാധകരുടെയും ഹൃദയം തകർക്കുന്ന ഒരു ദൃശ്യത്തെക്കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെയും നിരാശയുടെ പാതാളക്കുഴിയിലേക്ക് തള്ളിയിടുന്ന ഒരു ദൃശ്യം. Reminder to God, Miss. സംസ്ഥാന സ്പോർട്സ് വകുപ്പ് മന്ത്രി OJ ജനീഷ് തൃശ്ശൂരിലെ മാള പോലീസ് സ്റ്റേഷനിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. സംസ്ഥാന സർക്കാരിൻ്റെ VIP ബോർഡ് വെച്ച ആ വെള്ള ഇന്നോവ കാർ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നു. സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്ത് പൂച്ചെണ്ട് നൽകി ആദരവോടെ സ്വീകരിച്ച് അകത്തേക്ക് ആനയിക്കുന്നു. സ്റ്റേഷൻ്റെ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും ശോചനീയാവസ്ഥയും മന്ത്രി വിലയിരുത്തുന്നു. പോലീസുകാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. ഒരു സാധാരണ വാർത്താ ദൃശ്യം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ദൃശ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നെഞ്ചിൽ തറയ്ക്കുന്ന ഒരു അമ്പായി മാറുന്നത്? എന്തുകൊണ്ടാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർക്കുന്നത്? അതിനുള്ള ഉത്തരം കിടക്കുന്നത് കേരളത്തിലെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലാണ്. കുറച്ചുനാൾ മുൻപ് വരെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടമായിരുന്നു. പാലക്കാട് നിന്നുള്ള MLA, UDFൻ്റെ ഭാവി വാഗ്ദാനം. എന്നാൽ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നതോടെ 2025 അവസാനത്തോടെ കോൺഗ്രസ് പാർട്ടിക്ക് ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പിന്നാലെ പുറത്താക്കുകയും ചെയ്തു. രാഹുൽ രാജിവെച്ചൊഴിഞ്ഞ ആ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കാണ് അന്ന് OJ ജനീഷ് കടന്നു വരുന്നത്. പിന്നീട് 2026 UDF അധികാരത്തിൽ വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയുടെ സ്വാഭാവികമായ അവകാശമായി OJ ജനീഷ് സംസ്ഥാന മന്ത്രിസഭയിലേക്ക് എത്തുകയും സ്പോർട്സ് മന്ത്രിയാവുകയും ചെയ്തു. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം വിവാദങ്ങളിലും ക്രിമിനൽ കേസുകളിലും പെടാതെ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായി മാന്യമായി നടന്നിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഈ പറയുന്ന ജനീഷിന് പകരം ആ മന്ത്രി പദവിയിൽ ഇന്ന് ഇരിക്കേണ്ടിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. ആ ഔദ്യോഗിക കാറിൽ പതാക പാറിച്ചു വന്ന് പോലീസ് സ്റ്റേഷനിൽ ഗാർഡ് ഓഫ് ഓണർ ഏറ്റുവാങ്ങേണ്ടിയിരുന്നത് രാഹുലായിരുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്ന ഏറ്റവും അർഹമായ പദവിയായിരുന്നു അത്. എന്നാൽ ഇന്ന് എന്താണ് അവസ്ഥ? സല്യൂട്ട് സ്വീകരിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുന്ന ഒരു യുവ നേതാവ് ഇന്ന് ബലാത്സംഗ കേസിൽ പ്രതിയായി വിചാരണ നേരിടാൻ കാത്തു നിൽക്കുന്നു. പോലീസിനെ നിയന്ത്രിക്കേണ്ടിയിരുന്നവൻ പോലീസിന് മുന്നിൽ കുറ്റവാളിയായി തല കുനിച്ചു നിൽക്കുന്നു. നഷ്ടപ്പെട്ടത് വെറുമൊരു MLA സ്ഥാനമല്ല, മറിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമായിരുന്ന വലിയൊരു രാഷ്ട്രീയ ഭാവിയായിരുന്നു. ആ നഷ്ടബോധം, ആ മന്ത്രിയെ കാണുമ്പോഴുണ്ടാകുന്ന ആ നിരാശ, അത് ആ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ അണികൾക്കും എത്രത്തോളം വലുതാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പാർട്ടിയിൽ തിരിച്ചെടുക്കണമെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ PR കോലാഹലങ്ങൾ ആ നഷ്ടബോധത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം അവർ മനസ്സിലാക്കണം, ഇനി തിരിച്ചു വരാമെന്ന് വിചാരിച്ചാൽ പോലും ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്ത അത്ര വലിയൊരു ഗർത്തത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ വീണ് കിടക്കുന്നത്. ഇത് രാഷ്ട്രീയത്തിലെ ഒരു ചെറിയ വീഴ്ചയല്ല, മറിച്ച് സ്വയം കുഴിച്ച ഒരു രാഷ്ട്രീയ ശവപ്പറമ്പാണ്. കോടതി പരാമർശങ്ങൾ അനുകൂലമായി എന്ന് ഇപ്പോൾ പോസ്റ്റ് ഒട്ടിക്കുന്നവർ ഒരു കാര്യം ഓർക്കുന്നത് നന്നാണ്. ഈ പറയുന്ന കേസുകളുടെ വിചാരണ കോടതിയിൽ ആരംഭിക്കുമ്പോൾ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ പോസ്റ്റർ അടിക്കുന്ന പലരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടും. കാരണം ഒരു PR ഏജൻസിക്കും പണം കൊടുത്ത് തിരുത്താൻ കഴിയാത്ത, ഒരിക്കലും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനാകാത്ത രീതിയിലുള്ള അന്തിമ പരാമർശങ്ങളും വിധിയുമാകും ഈ വിഷയത്തിൽ വരുന്ന ആളുകളിൽ കോടതിയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്. അത് കാലം കാത്തു വച്ചിരിക്കുന്ന ഉറപ്പായ ഒരു വസ്തുതയാണ്. സത്യം ചെരുപ്പിൻ്റെ വാറുകൾ കെട്ടുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിട്ടുണ്ടാകുമെന്ന് പറയാറുണ്ട്. പക്ഷേ
ആ നുണ എത്ര ലോകം ചുറ്റിയാലും കോടതി വരാന്തയിൽ സത്യത്തിൻ്റെ മുന്നിൽ അത് മുട്ടുകുത്തേണ്ടി വരും.